Prove that in equilateral triangles the perimeter changes proportionally with respect to the length of the sides. What is the proportionality constant? What can we say about other regular polygons? അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ അതിൻ്റെ സൈഡ്സിനനുസരിച്ചിട്ട് പ്രൊപ്പോർഷണലായിട്ട് ചേഞ്ച് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം. കൂടാതെ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതേപോലെ മറ്റു റെഗുലർ പോളിഗൺസിനും ഇത് ബാധകമാണോ? അതായത് പെരിമീറ്റർ സൈഡ്സിന് പ്രൊപ്പോർഷണൽ ആണോ? അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസ് നോക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എന്താണ് പ്രത്യേകത? എല്ലാ സൈഡ്സും എന്താ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു സൈഡ് എസ് ആണെങ്കിൽ എല്ലാ സൈഡും എന്താണ് എസ് ആയിരിക്കും അല്ലേ? സോ ലെറ്റ് സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എസ്. കാരണം എന്താണ്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒക്കെ എന്താ ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു സൈഡ് എസ് ആണെങ്കിൽ എല്ലാ സൈഡും എന്താ എസ് ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ പി എന്നെടുക്കാം. ഓക്കെ, ഇപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സൈഡ്സിൻ്റെയും സമ്മ് അല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എത്ര സൈഡാണ്? 3 സൈഡാണുള്ളത് അല്ലേ? അപ്പോൾ 3 സൈഡിൻ്റെയും സമ്മാണ് പെരിമീറ്റർ അല്ലേ? അപ്പോൾ സോ പി ഈസിക്കൽ ടു എന്താണ്? എസ് പ്ലസ് എസ് പ്ലസ് എസ്, അതായത് 3s ആണ് അല്ലേ? അപ്പോൾ പി എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു എസ് ആണ്. അതായത് എസിൻ്റെ ഫിക്സഡ് മൾട്ടിപ്പിൾ ആണ് അല്ലേ? തേർഡ് മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ്. അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഇവിടെ 3 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് 3. ഓക്കെ, ഇനി അടുത്തത് അതർ റെഗുലർ പോളിഗൺസിൻ്റെ കേസ് നോക്കാം. അപ്പോൾ നമുക്ക് അതർ റെഗുലർ പോളിഗൺസ് ഏതൊക്കെയാണ്? 4 സൈഡ്സ് ഉള്ള പോളിഗൺ, 5 സൈഡ്സ് ഉള്ള പോളിഗൺസ്, അങ്ങനെ അല്ലേ? അപ്പോൾ എല്ലാ റെഗുലർ പോളിഗൺസിൻ്റെയും പ്രത്യേകത എന്താ? അവരുടെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു സൈഡ് എസ് ആണെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? എസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സൈഡ് ഓഫ് റെഗുലർ പോളിഗൺ എന്തായിട്ട് എടുക്കാം? എസ് ആയിട്ട് എടുക്കാം. പെരിമീറ്റർ പി ആയിട്ട് എടുക്കാം. നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് എൻ ആയിട്ട് എടുക്കാം. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് എല്ലാ സൈഡ്സിൻ്റെയും സമ്മല്ലേ? എത്ര സൈഡ്സ് ഉണ്ട്? എൻ ആണല്ലേ? നമ്പർ ഓഫ് സൈഡ്സ് എൻ അല്ലേ? അപ്പോൾ എൻ സൈഡ്സ് ഉണ്ട്. എൻ ഇൻറ്റു എസ് ആണല്ലേ പെരിമീറ്റർ എന്ന് പറയുന്നത്. കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 3 ഇൻറ്റു എസ്. അതേപോലെ റെഗുലർ പോളിഗണിന് n സൈഡ്സ് ആണുള്ളത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് n ഇൻറ്റു എസ് ആയിരിക്കും അല്ലേ? നമ്പർ ഓഫ് സൈഡ്സ് ഓരോ റെഗുലർ പോളിഗണിനും എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? n is constant for a regular polygon അല്ലേ? കാരണം ഒരു റെഗുലർ പെൻറ്റഗണിന് 5 സൈഡ്സ് ഉണ്ടാവും, റെഗുലർ ഹെക്സഗണിന് 6 സൈഡ്സ് ഉണ്ടാവും അല്ലേ? അങ്ങനെ അതേപോലെ ഏതൊരു റെഗുലർ പോളിഗണിനും ഒരു കോൺസ്റ്റന്റ് നമ്പർ ഓഫ് സൈഡ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ n കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് പി എന്താണ്? എസിൻ്റെ ഒരു ഫിക്സഡ് മൾട്ടിപ്പിൾ ആണല്ലേ? സോ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ്. അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്? n കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് n, ദാറ്റ് ഈസ് നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ? Prove that the length of arcs of a fixed circle change proportionally with respect to their central angle. What is the proportionality constant? What about the relation between area of sector and central angle? അതായത് ഒരു ഫിക്സഡ് സർക്കിളിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് അതിൻ്റെ സെൻട്രൽ ആംഗിളുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഈ ലെങ്ത് ഓഫ് ആർക്ക് സെൻട്രൽ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് ചേഞ്ച് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം. കൂടാതെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം.
അതേപോലെ സെക്ടറിൻ്റെ ഏരിയയും സെൻട്രൽ ആംഗിളും തമ്മിലുള്ള റിലേഷനും കണ്ടുപിടിക്കണം. അത് നമുക്ക് ലെങ്ത് ഓഫ് ആർക്കും സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെങ്ത് ഓഫ് ആർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു സെക്ടറിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി ഇൻറ്റു 2πr ആണ് അല്ലേ? വേർ ആർ ഈസ് റേഡിയസ്. ഒരു ഫിക്സഡ് സർക്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആർ എന്താണ്? ആർ കോൺസ്റ്റൻ്റ് ആണ്. ആർ ഈസ് കോൺസ്റ്റൻ്റ് ബിക്കോസ് ദർ ഈസ് എ ഫിക്സഡ് സർക്കിൾ. ഒരു സർക്കിളിൻ്റെ എല്ലാ റേഡിയസ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു ഫിക്സഡ് സർക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ റേഡിയസ് ഈക്വൽ ആയിരിക്കും. പിന്നെ എന്താണ്? 360 ഡിഗ്രി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 360 ഡിഗ്രി മാറ്റാനൊന്നും പറ്റില്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. 2π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 2 കോൺസ്റ്റന്റ് ആണ്, പൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കോൺസ്റ്റന്റ് ആണ്? 2πr ബൈ 360 ഡിഗ്രി എല്ലാം കോൺസ്റ്റന്റ് ആണ്. ആകെ ചേഞ്ച് ഉള്ളത് എന്താണ്? സെൻട്രൽ ആംഗിൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സോ ലെങ്ത് ഓഫ് ആർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് 2πr ബൈ 360 ഡിഗ്രിയാണ്. ഇത് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ അല്ലേ? അപ്പോൾ ഇവിടെ 2πr ബൈ 360 ഡിഗ്രി ഈസ് കോൺസ്റ്റന്റ്. ഇപ്പോൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ? അതുകൊണ്ട് ലെങ്ത് ഓഫ് ആർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെൻട്രൽ ആംഗിൾ എന്ന് പറയാം. കാരണം എന്താണ്? ലെങ്ത് ഓഫ് ആർക്കിനെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ എന്ന ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ക്വാണ്ടിറ്റിയെ മറ്റൊരു ക്വാണ്ടിറ്റിയുടെ ഫിക്സഡ് മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ആ രണ്ട് ക്വാണ്ടിറ്റീസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ലെങ്ത് ഓഫ് ആർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെൻട്രൽ ആംഗിൾ. ഇപ്പം ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്? ഇവിടെ 2πr കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് കോൺസ്റ്റന്റ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് 2πr ബൈ 360 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഏരിയ ഓഫ് സെക്ടറും സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം അല്ലേ? ഇപ്പോൾ ഏരിയ ഓഫ് സെക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി ഇൻറ്റു πr² ആണ് അല്ലേ? അല്ലേ? ഇവിടെ ആറ് എന്താണ്? ആറ് കോൺസ്റ്റന്റ് ആണ്, കാരണം ഇതൊരു ഫിക്സഡ് സർക്കിൾ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കോൺസ്റ്റന്റ് ആണ്? പൈ കോൺസ്റ്റന്റ് ആണ്, ആറ് കോൺസ്റ്റന്റ് ആണെന്ന് കണ്ട്. പിന്നെ 360 ഡിഗ്രിയും കോൺസ്റ്റന്റ് ആണ് അല്ലേ? അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഒരു നമ്പർ ആണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് കോൺസ്റ്റന്റ് ആണ്. πr² ബൈ 360 ഡിഗ്രി കോൺസ്റ്റന്റ് ആണ് അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് സെക്ടറിനെ കോൺസ്റ്റന്റ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ എന്ന് എഴുതാം അല്ലേ? കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? πr² ബൈ 360 ഡിഗ്രിയാണ് ഇതിനകത്ത് കോൺസ്റ്റന്റ്, അത് നമുക്ക് ഇവിടെ എഴുതാം ഇൻറ്റു സെൻട്രൽ ആംഗിൾ. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് സെക്ടറിനെ കോൺസ്റ്റന്റ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ എന്ന ഫോമിൽ എഴുതി. അതുകൊണ്ട് എന്താണ്? ഏരിയ ഓഫ് സെക്ടർ സെൻട്രൽ ആംഗിൾ ഒരു ഫിക്സഡ് മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് ഏരിയ ഓഫ് സെക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെൻട്രൽ ആംഗിൾ എന്ന് എഴുതാം അല്ലേ? πr² ബൈ 360 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? സോ ഏരിയ ഓഫ് സെക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെൻട്രൽ ആംഗിൾ. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്? ഇവിടുത്തെ കോൺസ്റ്റന്റ് πr² ബൈ 360 അല്ലേ? സോ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് πr² ബൈ 360 ഡിഗ്രി. ഓക്കെ.